ഹലോ എവരി വൺ, വെൽക്കം ബാക്ക് ടു രാവൺ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നമ്മുടെ വണ്ടിയിൽ കുറച്ച് മൈന്യൂട്ട്സ് ആയിട്ടുള്ള മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. അപ്പോൾ അതെന്തൊക്കെയാണെന്നുള്ളത് ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാമെന്ന് വെച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ ഈ വണ്ടി വരുത്തിയേക്കുന്ന മാറ്റം എന്ന് പറഞ്ഞാൽ ഈ സീറ്റാണ്. ഇത് റോയൽ എൻഫീൽഡിൻ്റെ ജെന്യുവൻ ആയിട്ടുള്ള ഒരു അക്സസറിയാണ്, സിഗ്നേച്ചർ ബെഞ്ച് സീറ്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ ഈ കംഫർട്ട് ഇംപ്രൂവ് ചെയ്യാനായിട്ട് സീറ്റും പിന്നെ ഈ ഹാൻഡിൽ ബാർ റേസറും ഇതുണ്ടോ, ഈ രണ്ട് കാര്യങ്ങളാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിന് രണ്ടിനും കൂടെ അറൗണ്ട് 6,000 ആയിട്ടുണ്ട്. സീറ്റിന് 5,000, അങ്ങനെ 1,000 രൂപ അടുത്തുമായിട്ടുണ്ട്. അപ്പം ഇത് രണ്ടും കൂടെ ചെയ്തപ്പോൾ തന്നെ ഒരുപാട് വ്യത്യാസം വന്നു. നമ്മുടെ റൈഡിങ് കംഫർട്ട് ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, കുറച്ചുകൂടെ അപ്രൈറ്റ് ആയി. വണ്ടി വാങ്ങിയ സമയത്ത് സീറ്റ് ഒരുമാതിരി പാറക്കല്ല് പോലെ ഇരിക്കുന്നു. അതുപോലെ തന്നെ ഹാൻഡിൽ കുറച്ചുകൂടെ താന്നായതുകൊണ്ട് നമ്മൾ ഫ്രണ്ടിലോട്ട് ലീൻ ചെയ്തിരിക്കുന്ന ഒരു ഫീലായിരുന്നു. അപ്പം അത് ഈ രണ്ട് മാറ്റങ്ങൾ വരുത്തിയപ്പോഴത്തേക്കും ഇമ്പ്രൂവ് ആയി. കാണാനൊരു കുട്ടി സാധനമാണെങ്കിലും ഇതിന് നല്ല യൂസ് ഉണ്ട് കേട്ടോ. നിങ്ങൾ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന കൂട്ടുള്ള ഹാൻഡിൽ ബാർ റേസേഴ്സൊക്കെ അവൈലബിൾ ആയിരുന്നു, പക്ഷേ അതൊക്കെ നമുക്ക് ഈ കേബിൾസിനൊക്കെ ഇഷ്യൂ വരാൻ ചാൻസ് ഉണ്ട്. അപ്പം ഞാൻ അതുകൊണ്ട് അത് അങ്ങോട്ട് പോയില്ല. അത് വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടി ഇമ്പ്രൂവ്മെൻറ്റ് വരുമായിരിക്കും. പക്ഷേ ഇത് മതി, ഇത് കംഫർട്ടബിളാണ്. ഞാൻ GT എടുക്കാതെ ഇൻ്റർസെപ്റ്റർ എടുത്തതിൻ്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ, GT എനിക്കറിയാം ഇതിനേക്കാളും കുറച്ചുകൂടി ലുക്കൊക്കെ ഉണ്ട്, പക്ഷേ നമുക്ക് ഒട്ടും കംഫർട്ടബിൾ അല്ല ലോങ് റൈഡ്സിന്. എന്തായാലും വണ്ടി ലോങ് റൈഡ്സും കൂടെ നോക്കിയിട്ടാണ് ഇത് ചൂസ് ചെയ്തത്. പിന്നെ ഇത് ലുക്കിൻ്റെ കാര്യത്തിൽ അത്ര മോശമൊന്നുമല്ല, ഒട്ടും മോശമല്ല. അത്രയും അങ്ങോട്ടൊരു GTയുടെ പോലത്തെ ഒരു അഗ്രസീവ് ലുക്കില്ലെന്നേ ഉള്ളൂ. ഒരു ക്ലാസിക് ലുക്കിംഗ് ബൈക്ക് തന്നെയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി വണ്ടി. കഴിഞ്ഞ വീഡിയോസിലൊക്കെ ഞാൻ പറഞ്ഞ പോലെ തന്നെ എടുത്തെടുത്ത് പറയണ്ടല്ലോ. വണ്ടി വാങ്ങിച്ച സമയത്ത് കുറച്ച് അക്സസറീസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. നിങ്ങൾക്ക് വണ്ടി അറിയാമായിരിക്കും എങ്ങനെയായിരിക്കും വണ്ടി കിട്ടുക നമ്മൾ ഒന്നും ചെയ്തില്ലെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് മോഡിഫിക്കേഷൻസ് വരുത്തിയിട്ടുണ്ട്. വണ്ടി വാങ്ങിച്ചപ്പം കിട്ടിയ നമ്മൾ ഈ വിൻവൈസർ ഞാൻ ആ സമയത്ത് അവിടുന്ന് ഷോറൂമിൽ നിന്ന് തന്നെ ഇൻസ്റ്റാൾ ചെയ്തതാണ്. അതുപോലെ തന്നെ ഈ സൺ ഗാർഡ്, വണ്ടി നല്ല ചെളിയാണ് മഴയൊക്കെ ആയതുകൊണ്ട് ക്ഷമിക്കണം. ആ രണ്ട് കാര്യങ്ങളാണ് ഇപ്പോൾ നിലവിലുള്ളത്. പിന്നെ നമ്മുടെ ഇവിടെ ഒരു റബ്ബറിൻ്റെ ഒരു കവറിങ് വരുന്ന പോലത്തെ ഒരു സംഭവമുണ്ട്. നമ്മൾ ഈ വണ്ടികൾ കണ്ടിട്ടുണ്ടാകും, ഞാൻ ഫോട്ടോ കാണിക്കാം. അപ്പം ഇതുപോലത്തെ ഒരു കവറുണ്ടായിരുന്നു അതിന്. അത് ഞാൻ ഈ മഴയത്ത് അത് ഓടിക്കുമ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് നനഞ്ഞ് ഇരുന്നിട്ട് അതിൻ്റെ അകത്തൊരു സ്പോഞ്ച് പോലത്തെ ഒരു മെറ്റീരിയലാണ്. അപ്പോൾ അത് വണ്ടിയിൽ ആ ഭാഗത്ത് തുരുമ്പെടുക്കുമോ എന്നൊരു പേടി കാരണം ഞാനത് ഊരി വെച്ചിരിക്കുകയാണ് ഇപ്പോൾ. അപ്പം അത് പിന്നെ വെയിലത്തൊക്കെ ഇരുന്നിട്ടൊന്ന് ഡാമേജ് ആകാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മാറണം ഇനി. പിന്നെ നമുക്ക് അല്ലാത്ത ഒക്കെ ഞാൻ തന്നെ ഓൺലൈൻ വാങ്ങി. ഈ മിററിനെ പറ്റി കുറച്ച് കമൻറ്റ് ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു, ഇത് എവിടെ നിന്നാണെന്നുള്ളത്. ഇത് ആമസോണിൽ നിന്ന് വാങ്ങിച്ചതാണ്. ഇതിന് ഏകദേശം ഒരു 2,500 അടുത്തായിട്ടുണ്ട്. ഇത് നല്ല പർപ്പസുള്ളതാണ്, നല്ല വൈഡ്, നല്ല ഒരു വീതിയുള്ള ഒരു മിററാണ്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ബാക്കിൽ നല്ലപോലെ വിസിബിലിറ്റി ഉണ്ട്. പിന്നെ ഞാൻ ചെയ്ത മോഡിഫിക്കേഷൻസ് എന്ന് പറഞ്ഞാൽ ഈ ടാങ്ക് ഗാർഡ്, ഇത് നമുക്ക് ട്രിപ്പ് മെഷീൻ്റെ ടാങ്ക് ഗാർഡാണ്. അത് ഞാൻ ഓൺലൈൻ ആമസോണിൽ തന്നെ വാങ്ങിച്ചതാണ്. ഇത് നമ്മൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ ഇവിടെ ഒരു പശയുടെ ഒരു വിഷയം വന്നിട്ടുണ്ട്, പക്ഷെ അത് കുഴപ്പമില്ല, ബാക്കി ഭാഗം നിൽക്കുന്നുണ്ട്. 3Mൻ്റെ പശയാണ് അതിലുള്ളത്. ബാക്കി ഞാൻ കുറേ സാധനങ്ങൾ നോക്കിയപ്പോഴത്തേക്ക് അതെല്ലാം പറഞ്ഞു പോകുന്നെന്നുള്ള റിവ്യൂ കണ്ടതുകൊണ്ട് ഞാനിത് ട്രിപ്പ് മെഷീൻ്റെ തന്നെ വാങ്ങിച്ചാണ്. ഇച്ചിരി കോസ്റ്റ് ആയിരുന്നു, എനിക്ക് തോന്നുന്നത് 1,600 എന്തോ ആയി ഈ രണ്ടിനും കൂടെ. പിന്നെ ഞാൻ ആഡ് ചെയ്തത് ഈ റേഡിയേറ്റർ ഗാർഡാണ്. ഇത് ഞാൻ ആമസോണിൽ നിന്ന് റേറ്റിംഗ് നോക്കി വാങ്ങിച്ചതാണ്. അധികം തുരുമ്പൊന്നും എടുക്കുകയില്ല എന്നുള്ളത് കണ്ടിട്ട്. അത് ഒരു എസ്തറ്റിക് ലുക്ക് ഇമ്പ്രൂവ് ആക്കുന്നുള്ള ഒരു സംഭവമാണ് വണ്ടിയുടെ. ഇതെല്ലാം ഞാൻ ഓൺലൈൻ വാങ്ങി ഞാൻ തന്നെ ഇൻസ്റ്റാൾ ചെയ്ത് എടുത്തിരിക്കുന്നതാണ്. ഇനിയിപ്പോൾ എനിക്ക് മേജറായിട്ടുള്ള മോഡിഫിക്കേഷൻ ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ എക്സോസ്റ്റാണ്. അതിപ്പം റെഡ് റോസ്റ്റർ വേണോ പവറേജ് വേണോ എന്നുള്ളൊരു കൺഫ്യൂഷനിൽ ഞാനിപ്പോൾ ഇരിക്കുകയാണ്. മാത്രമല്ല ഇവിടെ കേരളത്തിലെ MVDക്ക് ഇതെല്ലാം ബുദ്ധിമുട്ടായതുകൊണ്ട് നമുക്കിപ്പോൾ DV കില്ലർ വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞാലും അവരത് മോഡിഫിക്കേഷൻ എന്ന് കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഫൈൻ അടിക്കും. ഇപ്പം പവറേജിൻ്റെയൊക്കെ DV കില്ലർ വെച്ചിട്ട് ഓടിച്ചു കഴിഞ്ഞാൽ ഇപ്പം പല വണ്ടികൾക്ക് ഇപ്പോൾ വരുന്ന സ്റ്റോക്ക് എക്സോസിൻ്റെ
അത്രേ വരത്തുള്ളൂ അതിൻ്റെ നോയ്സ് മീൻസ് സൗണ്ട്. അപ്പോൾ ഇതിന് തീരെ സൗണ്ടില്ല. നമുക്ക് വണ്ടി ഓടുന്നത് എൻജിൻ സൗണ്ട് മാത്രമേ നമുക്ക് കേൾക്കത്തുള്ളൂ. ഞാനിപ്പോൾ ഈ വീഡിയോയ്ക്കകത്ത് ഇടുന്നത് എക്സോസിന് നോട്ട് വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൈക്ക് വെച്ചിട്ട് ബാക്കിൽ നിന്ന് എടുക്കുന്നത് കൊണ്ട് അത്രയും സൗണ്ട് എറിച്ച് നിൽക്കുന്നത്. കാരണം നമുക്ക് റൈഡർക്ക് ഒരിക്കലും ആ സൗണ്ട് കിട്ടത്തില്ല. അപ്പോൾ അത് എന്തായാലും ചെയ്യണം. പിന്നെ കുറച്ച് ആൾക്കാർ ഇൻസ്റ്റയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു ഈ ടയർ ഏതാണെന്നുള്ളത്. ടയർ ഫ്രണ്ടിൽ വരുന്നത് ടൂർ ആർ എന്ന് പറയുന്ന റേസിൻ്റെ ടൂർ ആർ എന്ന് പറയുന്ന മോഡലും ബാക്കിൽ വരുന്ന ട്രെയിൽ ആർ എന്ന് പറയുന്നത് രണ്ടും ഡിഫറെൻ്റ് ആണ്. അപ്പോൾ അതവർ ടയർ ഷോപ്പിൽ നിന്ന് തന്നെ അവർ പറഞ്ഞൊരു കോൺഫിഗറേഷനാണ്. അപ്പോൾ ഇതിങ്ങനെ ഇടുമ്പോഴത്തേക്കും കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് അവർ പറഞ്ഞു. കറക്റ്റാണ്, നല്ല ഗ്രിപ്പും നല്ല കംഫർട്ടബിളുമാണ്. ഇപ്പം പിന്നെ ബാക്കിൽ കിടക്കുന്നൊരു ഓഫ് റോഡ് സ്പെക്കുള്ള ടയറും ഫ്രണ്ടിൽ കിടക്കുന്നൊരു ടൂറിങ് സ്പെക്കുള്ള ടയറുമാണ് ഇതിൻ്റെ. അപ്പം നമുക്ക് രണ്ടും കൂടെ മിക്സായി വന്നപ്പോഴത്തേക്കും നല്ല കംഫർട്ടബിളാണ്. ഇതിൽ നമ്മൾ കോർണർ എടുക്കുമ്പോഴൊക്കെ ആണെങ്കിലും നല്ലൊരു ഗ്രിപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. ഞാനിതുകൊണ്ട് ഓഫ് റോഡൊന്നും പോകാറില്ല. ലുക്ക് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ഈ ടയർ ചൂസ് ചെയ്തിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ടും ബെറ്റർ ആയിട്ടുള്ള ഒരു ചോയ്സായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ഇപ്പോൾ ഇൻ്റർസെപ്റ്ററുള്ള എൻ്റെ ഈ ഫ്രണ്ട്സ് കാണുന്നുണ്ടെങ്കിൽ അവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഫസ്റ്റ് ഓടിക്കുമ്പം നമ്മൾ ഹാൻഡിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ഫ്ലിക്ക് ആകുന്ന പോലെ ഒരു ഫീൽ വരും. പക്ഷെ അത് തുടക്കത്തിലുണ്ടാകുന്നുള്ളൂ. അത് കഴിയുമ്പോൾ അത് ഓക്കെ ആവും. ഇതിൻ്റെ മൂന്നാമത്തെ ടയറാണ്. രണ്ടും റേസിൻ്റെ തന്നെയാണ്. നല്ല ടയറാണ്, കാണാനും ഭംഗിയുണ്ട്, പർപ്പസും നല്ലതാണ്. നമ്മുടെ പർപ്പസിനത് ഓക്കെയാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇൻ്റർസെപ്റ്ററിൽ ഞാൻ വരുത്തിയിരിക്കുന്ന മോഡിഫിക്കേഷൻസ്. വണ്ടി ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ അടിപൊളി വണ്ടിയാണ്. എന്തുകൊണ്ടും കംപ്ലീറ്റ്ലി സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള വണ്ടിയാണ്. അപ്പോൾ ഇതിൽ നിന്ന് എനിക്ക് ഇനിയിപ്പോൾ പെട്ടെന്ന് വലിയ അപ്ഗ്രേഡേഷനൊന്നും തോന്നിയില്ല. ഞാൻ ഇതിൽ കുറച്ച് മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്താം. അതെന്തായാലും ഞാൻ എൻ്റെ വീഡിയോസിലൊക്കെ എന്തായാലും നിങ്ങളെ കാണിക്കുന്നതാണ്. ഇനിയിപ്പം ഞാൻ അടുത്ത് ചെയ്യാൻ ഉദ്ദേശിച്ചേക്കുന്നത് ഇതെടുത്ത് കളഞ്ഞാലോ എന്നുണ്ട്. പക്ഷേ നമ്മൾ ഈ വണ്ടി പുറകോട്ടൊക്കെ ഉരുട്ടുമ്പോഴൊക്കെ ഇത് ഉള്ളത് നല്ല ഉപകാരമാണ്. എടുത്ത് കളഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ ലുക്ക് വരാം. സാരി ഗാർഡും കൂടെ മാറ്റണമെന്നുണ്ട്. ഞാനങ്ങനെ വണ്ടിയിൽ ഒരുപാട് വ്യത്യാസങ്ങളൊന്നും വരുത്താതെ കൊണ്ടാണ്. പക്ഷേ എനിക്ക് ഇപ്പം കുറച്ച് നാൾ നമ്മളിത് കണ്ടു കഴിയുമ്പോഴത്തേക്കും നമുക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റാനായിട്ടുള്ള ഒരു ത്വര വരും. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഞാൻ മിക്കവാറും അത് ചേഞ്ച് ചെയ്യും. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ വണ്ടിയിൽ വരുത്തിയിരിക്കുന്ന മോഡിഫിക്കേഷൻസ്. ഞാനൊന്നും വിട്ടുപോയിട്ടില്ലെന്ന് വിചാരിക്കുന്നു. ഇപ്പം വണ്ടിയുടെ അടുത്ത സർവീസ് ആവാറായിട്ടുണ്ട്. ഇപ്പം നമ്മൾ 15,000 വരെയുള്ള സർവീസ് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോൾ 20,000 ആവാറായിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇപ്പം നമ്മുടെ ഓടോ കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ 19,293 ആയിട്ടുണ്ട്. അപ്പോൾ അതുടനെ തന്നെ അതിൻ്റെ സർവീസും ആകും 20,000. മറ്റേ ഡേറ്റ് അനുസരിച്ചുള്ള സർവീസിനുള്ളതായിട്ടില്ല. കാരണം ഞാൻ ഫെബ്രുവരിയിലാണ് ലാസ്റ്റ് സർവീസ് ചെയ്തിരിക്കുന്നത്. ഡേറ്റ് അനുസരിച്ച് സമയമുണ്ട്. പിന്നെ ഇപ്പോൾ മഴയാണ്, ഞാൻ എല്ലാ ദിവസവും ഇത് ഓഫീസിൽ കൊണ്ടുപോകാറില്ല. കാരണം എൻ്റെ ഈ ക്രോം പാർട്ടിക്കിൾസൊക്കെ പെട്ടെന്ന് എന്നാ പറയുക ഡാമേജ് ആകും ഈ മഴയത്ത് ചെളിയത്തൊക്കെ കൊണ്ടുപോയി കഴിഞ്ഞാൽ. കൊണ്ടുപോകും, ഡെയിലി യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും വന്ന് തുടച്ച് വെക്കുക എന്ന് പറഞ്ഞാൽ പോസിബിളായിട്ടുള്ള കാര്യമില്ല. ഇപ്പോൾ തന്നെ അതിന് കുറച്ച് മങ്ങൽ വന്നിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്ന ഒരു പ്രൊഡക്റ്റ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്, ഓട്ടോസോൾ എന്ന് പറഞ്ഞിട്ടുള്ള ഓട്ടോസോൾ മെയ്ഡ് ഇൻ ജർമ്മനി എന്ന് പറഞ്ഞ് നല്ലൊരു പ്രൊഡക്റ്റാണ്. അത് ഉപയോഗിക്കാൻ കുറച്ച് പാടാണ്. നമ്മളിത് റബ്ബ് ചെയ്ത് പിടിക്കേണ്ടി വരും. ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഒരു ദിവസം അപ്ലോഡ് ചെയ്യാം. അപ്പോൾ അതിങ്ങനെ റബ്ബ് ചെയ്ത് നമ്മൾ കുറേ നേരം ഉപയോഗിച്ച് കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ല വെട്ടി തിളങ്ങുന്ന പോലെ ഇരിക്കും. നമുക്ക് മിറർ ഫിനിഷ് കിട്ടും. നമുക്ക് ഒരു ഞായറാഴ്ച വണ്ടിയെ ടേക്ക് കെയർ ചെയ്യാനുള്ളൊരു സമയം കിട്ടുമ്പം ചെയ്യാൻ ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. കൈയുടെ ഒക്കെ ഇടപാട് വരും, പക്ഷേ ഒരു രസമാണത്. അതിപ്പോൾ ഈ മഴയത്ത് നമ്മളത് ഇത്രയും കഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അതിൻ്റെ റിസൾട്ട് പെട്ടെന്ന് തന്നെ പോകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടാണ്. മഴയൊക്കെ മാറി നോർമൽ ഒരു ഇതാകുമ്പോഴത്തേക്കും പിന്നെ നമുക്കത് ചെയ്യാം. പിന്നെ അത് ചെയ്യാനായിട്ടൊരു പോളിഷർ മെഷീൻ വാങ്ങിച്ചാലോ എന്ന് എനിക്കൊരു പ്ലാനുണ്ട്. കാരണം ഞാനിത് ഇങ്ങനെ ഈ എൻജിൻ്റെ ഭാഗം ഈ ഒരു ലുക്കിൽ തന്നെ കൊണ്ടു നടക്കാൻ എനിക്ക് താല്പര്യം. അപ്പം അതെന്തായാലും ഞാൻ ഒരെണ്ണം വാങ്ങുന്നുണ്ട്. ഇതെല്ലാം ഞാൻ എൻ്റെ വീഡിയോസിൽ അപ്ഡേറ്റ് ചെയ്യും. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്ത് വെക്കുക. അപ്പം നമ്മൾ പുതിയ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് കിട്ടിക്കൊണ്ടിരിക്കും.
അപ്പോൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ ഇന്നത്തെ വീഡിയോ. എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വീഡിയോസ് എല്ലാം കാണുന്നവർക്കും സപ്പോർട്ട് ചെയ്യുന്നവർക്കൊക്കെ ഒരുപാട് നന്ദി. ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. എനിക്കതൊരു വലിയ പ്രോത്സാഹനമാണ്. അപ്പോൾ ഇതൊരു പാഷൻ്റെ പുറത്ത് മാത്രമാണ് ഞാൻ ഈ ചാനൽ തുടങ്ങിയിട്ട് വീഡിയോസൊക്കെ ഇടുന്നത്. ഈ വണ്ടിയോടുള്ള ഇഷ്ടവും പിന്നെ നിങ്ങളോട് ഞാൻ ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരു 10 കൊല്ലമായിട്ടുള്ള ആഗ്രഹം ഒരു ചാനൽ തുടങ്ങിയിട്ട് ഇതുപോലെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാൻ. ഇപ്പോഴാണ് ഒരു സാഹചര്യം ഒത്തു വന്നത്. അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ ബൈ. താങ്ക് യു.